പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് മാറും ഈ അസീം മുനീറിൻ്റെ 27ാമത് ഭരണഘടനാ അമെൻമെൻറ്റ്. പാകിസ്ഥാനിലെ ഭരണഘടനയുടെ 27ാം അമെൻമെൻറ്റിൽ 49 ക്ലോസുകളും പാരഗ്രാഫുകളും. ആ പാരഗ്രാഫുകളിൽ 48ലും പറയുന്നത് ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് ഒരു ഭരണഘടനാ കോടതി സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. എന്നാൽ ഈ ഭേദഗതിയുടെ നടുക്ക് വളരെ സമർത്ഥമായിട്ട് 44ാമത്തെ പാരഗ്രാഫായിട്ട് ചേർത്തിക്കുന്നതാണ് ഫീൽഡ് മാർഷൽ പദവിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഇതിൽ വളരെ പ്രാധാന്യമുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളോ ജഡ്ജിമാർക്കൊക്കെ ആണെങ്കിൽ ഇംപീച്ച്മെന്റിന്റെ പ്രൊസീജിയറുണ്ട്. പക്ഷേ ഇവിടെ പ്രസിഡന്റിന്റെ തൊട്ട് താഴെയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വരുന്നത്. എന്തെന്നാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വേണം ചെയ്യാൻ. അതായത് ഒരു മന്ത്രിയോ ഒരു ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ചീഫ് ജസ്റ്റിസിനെയോ പ്രധാനമന്ത്രിയോ ഒന്നും മാറ്റുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ കൊണ്ട് പറ്റത്തില്ല അസീം മുനീർ എന്നുള്ള ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ മാറ്റാൻ. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയിൽ സാധാരണഗതിയിലെ ആർമി പോസ്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളല്ല, പക്ഷേ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഈദി അമിനെ പോലെയുള്ള ഒരുപാട് പട്ടാള ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. സിയാവുൽ ഹക്കിനെ കണ്ടിട്ടുണ്ട്, സിയാവുൽ റഹ്മാനെ കണ്ടിട്ടുണ്ട്, ധാരാളം ക്രൂരന്മാരായ പട്ടാള മേധാവികളെ കണ്ടിട്ടുണ്ട്, കുറുക്കന്മാരായ പർവേസ് മുഷറഫിനെ പോലുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ജലിസിലൊന്നും പെടാത്ത ഒരു ഡെമോക്രാറ്റിക് മിലിറ്ററി ചീഫാണ്. ഭരണഘടനയ്ക്കകത്ത് ഉള്ള പ്രൊവിഷൻസിന് അനുസരിച്ച് ഭരണഘടനയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പോസ്റ്റ് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തായിരിക്കും എന്ന് ഇതിനകത്ത് വിശദമാക്കിയിട്ടില്ല. പക്ഷേ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നൊരാളുണ്ടെന്നും അയാൾക്ക് എന്തൊക്കെ ചുമതലകൾ കൊടുക്കണമെന്ന് പ്രസിഡന്റും പ്രധാനമന്ത്രിയും തീരുമാനിക്കുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ലൈഫ് ടൈം ഇമ്മ്യൂണിറ്റിയും കൊടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തെ യാതൊരു കേസിലും പെടുത്താനോ യാതൊരു കുറ്റവിചാരണ ചെയ്യാനോ, അതായത് പ്രസിഡന്റിന് കൊടുത്തേക്കുന്ന അതേ ഇമ്മ്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിൽ പ്രസിഡന്റ് എന്ന ഭരണഘടനാ പദവിക്ക് തൊട്ടു താഴെ വരുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പദവിയാണ്. ഇനി പ്രോട്ടോക്കോളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ എങ്ങനെയാണ് അദ്ദേഹം മാറ്റം വരുത്തുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ അന്താരാഷ്ട്ര മീഡിയയിൽ കണ്ടതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടൊപ്പം വേണമെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഒരുപടിക്ക് മുൻപിലായിരുന്നു പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോയത്. എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റുമായിട്ട് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇദ്ദേഹമായിരുന്നു. ഒരു ജനാധിപത്യ മിലിറ്ററി ഏരിയയിൽ ആർമി ചീഫിന്റെ സ്ഥാനം വളരെ താഴെ. സാധാരണഗതിയിൽ ആർമി ചീഫായാലും മേജർ ജനറൽ ഫീൽഡ് മാർഷൽ ആയാലും അവരെല്ലാം ഡിഫൻസ് സെക്രട്ടറിക്ക് താഴെ വരുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ നമുക്കുള്ളത്. എല്ലാ ചീഫിന്റെയും തുല്യ റാങ്ക് ആണെങ്കിൽ പോലും അവരെക്കാളും ഒരുപടി മേളിലായിരിക്കും എപ്പോഴും ഡിഫൻസ് സെക്രട്ടറി. അദ്ദേഹം ഒരു IAS കാരനായിരിക്കും. അതിന് മേളിലാണ് ക്യാബിനറ്റ് സെക്രട്ടറി വരുന്നത്. അതിന് മേളിലേക്കാണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ഒക്കെ വരുന്നത്. അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെയാണ്. ഇവിടെ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ഫീൽഡ് മാർഷലിനെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മണത്തിരുന്നു. ഇവൻ കുറുക്കനാണ്, അപകടകാരിയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഈ ജനറൽ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നേരിട്ട് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ചുമതലയിൽ കൂടെ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതായത് ക്യാബിനറ്റിനോ പ്രധാനമന്ത്രിക്കോ വിളിച്ച് ശാസിക്കാനോ നടപടികൾ എടുക്കാനോ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അധികാര കേന്ദ്രമായിട്ട്
ഈ 44-ാം ക്ലോസിലൂടെ, അതായത് 27-ാം ഭരണഘടനാ ഭേദഗതിയുടെ 44-ാം പാരഗ്രാഫിലൂടെ അദ്ദേഹം നേടിയിരിക്കുന്ന അധികാരങ്ങൾ ചില്ലറയല്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, വീണ്ടും പോവുകയാണെങ്കിൽ, ഈ റാങ്കുകൾ ചീഫ് എന്നുള്ള, അതായത് ഫീൽഡ് മാർഷൽ, മാർഷൽ ഓഫ് എയർഫോഴ്സ്, അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് തുടങ്ങിയ ഏറ്റവും ഉയർന്ന സൈനിക പദവിയിലുള്ളവരുടെ റാങ്കുകൾ ജീവിതകാലം മുഴുവൻ ആണെന്നും ഒക്കെ ഉള്ളതാണ് അതിനകത്തുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നലെ തന്നെ എയർ ചീഫിൻ്റെ കാലാവധി 2 വർഷം നീട്ടിക്കൊടുത്തു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും തുല്യ റാങ്കും തുല്യ പ്രോട്ടോക്കോളുമാണ് ജനാധിപത്യ രീതിയിൽ ഉണ്ടാവുന്നത്. അതൊരിക്കലും വേറൊരു സൈന്യാധിപൻ്റെ കീഴിലായിരിക്കില്ല, ഒരു സിവിലിയൻ അതോറിറ്റിയുടെ കീഴിലായിരിക്കും ഈ 3 ചീഫുകളും അവരുടെ ജോലി നിർവഹിക്കുന്നത്, അവരുടെ റാങ്ക് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും. പക്ഷേ ഇവിടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഇപ്പം ഇന്ത്യയിലും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നൊരു പൊസിഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം മറ്റുള്ള സൈന്യത്തിൻ്റെ ഇവരുടെ നടപടികൾ ഏകോപിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇവരുടെ മറ്റ് സൈനിക മേധാവികളുടെ മേൽനോട്ടവും അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ് ആയിട്ടല്ല മറ്റു സൈനിക മേധാവികളുള്ളത്. എന്നാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടായിരിക്കും ചീഫ് ഓഫ് എയർ സ്റ്റാഫും ചീഫ് ഓഫ് നേവൽ സ്റ്റാഫും വരുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രോട്ടോകോൾ ലംഘനമായിട്ട് വരും. പാകിസ്ഥാൻ മിലിറ്ററിയിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള, ഒരു വഴിമരുന്നിടാനുള്ള ഒരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആർമിയുടെ ചീഫിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരാളല്ല നേവൽ ചീഫ്. അവരുടെ രണ്ടുപേരിൽ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യേണ്ടതല്ല എയർ ചീഫ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ സൈന്യത്തിൻ്റെ സർവ ആധിപത്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇത് മാറുന്ന പക്ഷം മറ്റു സൈന്യത്തിലെ മറ്റു വിഭാഗങ്ങൾ, അതായത് എയർഫോഴ്സിലും നേവിയിലും ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ സബോർട്ടേഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണണം. ഇന്ത്യയിൽ തന്നെ ഒരു തിയേറ്റർ കമാൻഡിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ എയർ ചീഫ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. കാര്യം ഓരോ സൈന്യവും ചെയ്യുന്ന ജോലികൾ അവരവരുടെ മേഖലയിലെ സ്പെഷ്യാലിറ്റി ജോബാണ്. അത് വേറൊരാളുടെ കീഴിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യമല്ല, ലോകത്തുള്ള എല്ലാ എയർഫോഴ്സുകളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. കാര്യം എയർഫോഴ്സിൻ്റെ വർക്ക് ഒരു ആർമി മേജറിൻ്റെ അല്ലെങ്കിൽ ആർമി ജനറലിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മേൽനോട്ടത്തിലോ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് നേവി. അപ്പം ഈ അവരവരുടെ സാമ്രാജ്യങ്ങളിൽ അവരവരുടെ ഏറ്റവും ഉന്നതമായ പദവി സൂക്ഷിക്കേണ്ടതും അതിൻ്റെ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യേണ്ടതും അവരുടെ ചുമതലയാണ്. നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിനപ്പുറം റാങ്കുകൾക്ക് സൈന്യത്തിൽ അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ മാന്യതയുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ ആക്കുമ്പോഴത്തേക്ക് ബാക്കി 2 പേരുടെ റാങ്ക് ശകലം ചുരുങ്ങി. അദ്ദേഹത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിട്ട് വരുന്നു പാകിസ്ഥാനിലെ എയർ ചീഫിൻ്റെയും നേവൽ ചീഫിൻ്റെയും ജോലി. ഇവരുടെയൊക്കെ ജോലി മേൽനോട്ടം വഹിക്കാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പം പാകിസ്ഥാൻ എന്ന ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ അസീം മുനീർ എന്ന് പറയുന്ന കുറുക്കൻ വരുത്തിയ ഒരു അവിഹിതമാണ് ഈ 27ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന് പാകിസ്ഥാൻ ജനത വലിയ വില കൊടുക്കേണ്ടി വരും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, കിരീടം വെച്ച രാജാവ്, കിരീടം വയ്ക്കാത്ത രാജാവ്. പക്ഷേ ഇദ്ദേഹം കിരീടം വയ്ക്കാത്തയും കിരീടം വച്ച രാജാവല്ല, അദ്ദേഹം തൊപ്പി വെച്ച രാജാവാണ്. പാകിസ്ഥാന്റെ രാജാവ് എന്ന് പറയുന്ന സ്ഥാനത്ത് തന്നെ അദ്ദേഹം എത്തുകയും പാകിസ്ഥാൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് വെറും ഒരു ഡെക്കറേറ്റീവ് സ്ഥാനമായിട്ട് മാറുകയും ചെയ്തു. വരും നാളുകളിൽ പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അതായത് ചിലപ്പോൾ പ്രസിഡന്റിൻ്റെ ഉപദേശപ്രകാരം ക്യാബിനറ്റിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പോലും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള സ്ഥാനം അവിടെ തന്നെ നിൽക്കുകയും അതൊരു സൈനിക
പ്രസിഡന്റ് ഭരണത്തിലോട്ട് മാറുകയും ചെയ്യും. അതായത് പ്രസിഡന്റ് നമ്മളെ ബ്രിട്ടീഷ് രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ ഒരു ടൈറ്റുലർ ഹെഡായിട്ടിരിക്കുകയും സൈന്യം രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നീക്കുന്ന ഒരവസ്ഥയിലേക്കും പോകുന്ന ഭീതിതമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാര്യം പാകിസ്ഥാൻ സൈന്യത്തിലും സൈനിക തലത്തിലും ഉണ്ടാകുന്ന ഓരോ മാറ്റവും ഭാരതത്തിൻ്റെ സൈനിക ഡിപ്ലോമസിയിലും സൈനിക നീക്കങ്ങളിലും സൈനിക തയ്യാറെടുപ്പുകളിലും നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അയൽ രാജ്യത്ത് ഒരു പട്ടാള ഭരണം വന്നാൽ നമ്മൾ പ്രതിരോധിക്കേണ്ട രീതിയിലല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർച്ചയായിട്ട് അവിടെ ഒരു പട്ടാള ഭരണമാണ്, അല്ലെങ്കിൽ നമ്മൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മാതിരി ഒരു ഡീംഡ് ടു ബി മിലിറ്ററി റൂളാണ് നമ്മുടെ പാകിസ്ഥാനിൽ ഇന്നലെ മുതൽ നിലവിൽ വന്നത്. ഈ ഉത്തരവിൽ, അദ്ദേഹത്തിൻ്റെ നിയമന ഉത്തരവിൽ ഒപ്പുവയ്ക്കാതിരിക്കാനായിരുന്നു എന്ന് പറയുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി 5 ദിവസത്തോളം UK തങ്ങിയത്. യഥാർത്ഥത്തിൽ 27-ാം തീയതി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള ഒരു പദവി വരേണ്ടതായിരുന്നു. അത് വൈകി 7 ദിവസം വൈകിട്ടാണ് ആ ഒരു ഉത്തരവുണ്ടായി. ഒരാഴ്ച ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇല്ലാത്തൊരവസ്ഥ രാജ്യത്തുണ്ടായി. അപ്പോൾ തന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ അധികാരം എന്തുമാത്രം ചെറുതായിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ അപ്പോയിൻമെന്റ് ചെയ്യാനല്ലാതെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ ഈ പ്രധാനമന്ത്രിക്ക് കഴിവില്ല എന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ കാര്യങ്ങൾ ഏത് രീതിയിലേക്ക് മാറി മറിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര ശുഭകരമല്ല. ഇത് അവരുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഒട്ടും നിരക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സൈനിക തയ്യാറെടുപ്പുകൾക്ക് ആക്കം കൂട്ടാനും കൂടുതൽ സൈനിക സന്നദ്ധതയ്ക്ക് നമ്മൾ തയ്യാറാവേണ്ടി ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്ദി, നമസ്കാരം.